അങ്കമാലിയിലെ ദുരന്തം. ഒരു ഫാമിലിയിലെ 4 പേര് മരിച്ചുപോയി. സ്വന്തം വീട്ടിൽ രാത്രിയിൽ 4 പേരും കിടന്നുറങ്ങുകയായിരുന്നു. ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെയാണെന്നറിയില്ല, എല്ലാവരും മരണപ്പെട്ട ആ മുറിയിലുണ്ടായിരുന്നവർ. ഈ കാര്യം അറിഞ്ഞപ്പോൾ മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഏകദേശം 1 വർഷത്തിന് മുമ്പ് നേപ്പാളിലെ ഒരു റിസോർട്ടിൽ 8 മലയാളികൾ, 2 ഫാമിലിയിലെ എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു നേപ്പാളിലെ ഒരു റിസോർട്ടിൽ പോയതാണ്. വെക്കേഷൻ എന്ന് വേണേൽ പറയാം. അവർ ആ റിസോർട്ടിൽ വെച്ച് അവർ രാത്രിയിലെ ഭക്ഷണം കഴിച്ചു, സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയാണെന്നറിയില്ല, രാവിലെ നോക്കിയപ്പം മരിച്ചു കിടക്കുന്നു. വേറൊരു കാര്യം കൂടെ, അതും ഏകദേശം 1 വർഷം മുമ്പ് അറിഞ്ഞ കാര്യമാണ്. ഒരു കുട്ടിയെ ഉറക്കി കിടത്തിയിട്ട്, 3 വയസ്സുള്ള ഒരു കുട്ടിയെ കാറിൽ ഉറക്കി കിടത്തിയിട്ട് പേരൻസ് അവർ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. 1 മണിക്കൂർ കൂടുതലെടുത്തെന്ന് തോന്നുന്നു. തിരിച്ചു വന്നപ്പം കുഞ്ഞ് മരിച്ചുപോയി. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രമോദ് പെരുമ്പായിക്കാട്. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഇതെല്ലാം കൂടി ഒന്ന് കോറിലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ വിഷമമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനൊരു AC കൺസൾട്ടൻ്റ് ആയതുകൊണ്ടും കൂടി ആയിരിക്കാം എന്നെ ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്തത്. നമുക്ക് ആദ്യത്തെ ആ കേസിലേക്ക് പോകാം. അങ്കമാലിയിലെ ദുരന്തം. ഇതെന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? ഞാൻ ഈ പോലീസ് നടത്തുന്ന പോലത്തെ ഒരു അന്വേഷണം നടത്താനൊന്നും അല്ല ഇവിടെ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അതൊരു അവർ തന്നെ വരുത്തി വെച്ചൊരു വിനയായി കൂടുന്നില്ലല്ലോ. എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാം. ഇവർ 4 പേരും ഒരു മുറി കിടന്നുറങ്ങുന്നു. AC ഓണാണ്. പോലീസ് പറയുന്ന അവിടെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ ഫയർ ആക്സിഡൻറ്റിൻ്റെ ഒരു കാരണമായിട്ട് എല്ലാവരും ആദ്യമായിട്ടും അവസാനമായിട്ടൊക്കെ പറയുന്ന ഒരു വാക്കാണല്ലോ ഈ ഷോർട്ട് സർക്യൂട്ട്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കംപ്രസർ കത്തിയിട്ടില്ല. പിന്നെ എന്തായിരിക്കാം പ്രശ്നം? അപ്പോൾ ചിലരൊക്കെ എന്നെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വിളിച്ച് ചോദിച്ചു. അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, AC-യുടെ ഗ്യാസ് ലീക്കായിട്ട് വന്നാൽ അത് ഹാംഫുൾ ആണോ? ആ ഗ്യാസ് കാരണമാണോ തീപിടുത്തം ഉണ്ടായത്? അവരുടെ ചോദ്യമാണിത്. ആ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ നേപ്പാളിലെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അവിടെ AC ഓൺ അല്ലായിരുന്നു. ഇവിടെ അങ്കമാലിയിൽ എന്താണ് സംഭവിച്ചത്? 4 പേരും ഒരു മുറി കിടന്നുറങ്ങുന്നു. എവിടുന്നോ സ്പാർക്ക് ഉണ്ടായി, തീ ഉണ്ടായി. നമുക്കിതിനെ 2 രീതിയിലൊന്ന് വിശകലനം ചെയ്യാം. AC-യുടെ ഗ്യാസ് ലീക്കായി. ആ ലീക്കായ ഗ്യാസ് ആ മുറിയിൽ ഒരു പക്ഷേ നിറഞ്ഞു കാണും. ആ ഗ്യാസ് ശ്വസിച്ചുകൊണ്ട് ഇവർ അബോധാവസ്ഥയിലായിക്കാണോ അവർ തന്നെ അറിയാതെ അസ്ഫിക്സിയേഷൻ എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ ടെർമിനോളജി നമ്മളറിയാതെ തന്നെ നമ്മൾ ഉറങ്ങുന്ന പോലെ അങ്ങ് ആയിപ്പോവും. ഉറങ്ങും, അത് കഴിഞ്ഞ് അബോധാവസ്ഥയിലാവും, പിന്നെ അത് മരണം സംഭവിക്കും. അപ്പോൾ ആ ഗ്യാസ് അവിടെ ലീക്കായിട്ട് ഇങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ AC-യിൽ നിന്നുണ്ടായ ഒരു സ്പാർക്കും ഈ ലീക്കായ ഗ്യാസും കൂടെ ചേർന്ന് കൂടുതൽ തീ പടർന്ന് കാണും. വലിയൊരു തീപിടുത്തമായിട്ട് അത് മാറി അല്ലേ? നമ്മളൊക്കെ ഇപ്പം AC മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ CFC ഫ്രീ റെഫ്രിജറൻ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അത് ഞാനൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നെ വേറെ ടൈപ്പ് ഉണ്ട് HFC ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. ഇനി HFC ആയാലും CFC ആയാലും എന്താണെന്ന് പറഞ്ഞാലും ശരി, ഈ റെഫ്രിജറൻറ്റ് ഇത് ഫ്ലെയിമബിൾ ആണ്. ഇത് തീ പിടിക്കും. ഈ ഗ്യാസിൻ്റെ അടുത്ത് അല്ലെ ഈ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ അവിടെ ഒരു സ്പാർക്കോ ഒരു തീയോ ഉണ്ടെങ്കിൽ ആ തീയെ ഇത് ആളി കത്തിക്കും. ഈ ഗ്യാസ് ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ തലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ സാധനം ഈ സ്പ്ലിറ്റ് AC ആയിക്കോട്ടെ അല്ലെ കാസറ്റ് AC ആവട്ടെ എന്തും ആവട്ടെ, ഈ AC-ലെല്ലാം ഉപയോഗിക്കുന്ന ഗ്യാസ് ഫ്ലെയിമബിൾ ആണ്, കത്തുന്നതാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ഇത് ലീക്ക് ആവില്ല. ലീക്കാകാൻ വേണ്ടിയിട്ടല്ല മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് ഗ്യാസ് ലീക്കായി കാണും. അവരെ ഉറക്കത്തിൽ തന്നെ അറിയാതെ അവർ കൂടുതൽ ഗ്യാസിനെ ശ്വസിച്ചകത്തേക്ക് കയറി. അപ്പോൾ ആസ്ഫിക്സിയേഷൻ വന്നു. അവരുടെ അബോധാവസ്ഥയിലേക്ക് ആയിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു കാണും. അപ്പോൾ അവർക്ക് തീ പടർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടൊന്നും അവരെ ഉണർത്തിയില്ല, അവരറിഞ്ഞിട്ടില്ല. ഈ ഗ്യാസിന് ചെറിയ മണമൊക്കെ ഉണ്ട്. അത്ര പെട്ടെന്ന് ഒരു വലിയ കെമിക്കലിൻ്റെ ഒരു പഞ്ചൻ്റായിട്ടുള്ള നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മണം അല്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഇതെന്തോ ഒരു ഗ്യാസ് വരുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് വരും തീർച്ചയായിട്ടും. അപ്പോൾ അത് തിരിച്ചറിയാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവർ ഉറക്കത്തിലായിരുന്നു. ഇത് നമുക്ക് വേറെ കണ്ടീഷൻ ആലോചിക്കാം. ഗ്യാസ് ലീക്ക് ആയില്ല. AC മെഷീനിൽ എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായി. ആ സ്പാർക്ക് കുറച്ച് നേരത്തേക്ക് തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പാർക്ക് ഉണ്ടായ ഭാഗത്തിന് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് പാർട്ടുകൾ ചൂടിൽ ഉരുകാൻ തുടങ്ങി. ഉരുകി അത് കത്തി കഴിഞ്ഞപ്പോൾ AC മെഷീൻ കൂടുതലായിട്ട് കത്തി. അപ്പോൾ അതിൽ നിന്നും കുറേ പ്ലാസ്റ്റിക് അല്ലേ അതിൻ്റെ ആ ബോഡിയൊക്കെ, ആ പ്ലാസ്റ്റിക് ബോഡി കത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറേ ഗ്യാസുകളൊക്കെ ഉണ്ടായി. ആ ഗ്യാസ് AC-യിൽ നിന്ന് വരുന്ന ആ തണുത്ത എയറിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് കിടന്നിരുന്ന ആൾക്കാർ ശ്വസിച്ച് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ലീക്ക് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായി. ഏതോ ഒരു തരത്തിലുള്ളൊരു ഗ്യാസ്, ഒന്നിൽ AC-യുടെ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ആ ഗ്യാസ്, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉരുകിയ ഗ്യാസ്, ഇത് ഇവരുടെ അടുത്തേക്ക് വന്നു. ഇവരത് ശ്വസിച്ചു. അതായിരിക്കണമല്ലോ കാരണം. അതെ, നിങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ടാവും, ഈ AC മെഷീനിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാവുമോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സാധനമാണല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു AC മെഷീൻ അല്ലെ ഒരു ഹോം അപ്ലയൻസ്
വീട്ടിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ കമ്പനിക്കാർ ഈ മെഷീനെ വളരെയധികം ടെസ്റ്റുകൾ പാസ്സാക്കിക്കൊണ്ട് മാത്രമേ ഇത് അവർക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ചില ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ മെഷീൻ ആ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് വന്നത് തന്നെയാണ്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. എന്നാലും ചില കാര്യങ്ങളൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. നമ്മുടെ AC മെഷീനകത്ത് ഒരു ഫാൻ ഉണ്ട് അല്ലേ, നമ്മളൊരു റിമോട്ട് വെച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ സൗണ്ട് കേൾക്കാം, എയർ വരുന്നു. അപ്പോൾ അതിനകത്തൊരു ഫാൻ അല്ലെങ്കിൽ ഒരു ബ്ലോവർ. ഈ ബ്ലോവർ കറങ്ങുന്നത് എങ്ങനെ? അതൊരു മോട്ടർ ഉള്ളതുകൊണ്ടാണ്. ആ മോട്ടറും ബ്ലോവറും ഒന്നിച്ചിരിക്കുന്നു, അതിൽ നിന്നാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. ഇപ്പം ഈ മോട്ടറിൽ നിന്ന് ഒരു സ്പാർക്ക് വന്നാലോ? ഇപ്പം നിങ്ങളാരും ഈ മോട്ടറിൽ നിന്ന് സ്പാർക്ക് വരുന്നത് കണ്ടിട്ടില്ല, എനിക്കറിയാം. അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല, സമ്മതിച്ചു. വർഷങ്ങളോളം AC ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇതുവരെ ഒരു സ്പാർക്ക് പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിലർ ചിന്തിച്ചേക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുക. 2 മെഷീൻസ്, ഒരു ഡ്രില്ലിംഗ് മെഷീൻ, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, പിന്നെ ഒരു ഹാൻഡ് ബ്ലോവർ. നമ്മൾ ഈ സോഫയുടെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് സ്റ്റേഷനൊക്കെ അവിടെയൊക്കെ പൊടി വന്നു കഴിയുമ്പോൾ അതിനെ ഈ ബ്ലോവർ കൊണ്ട് എയർ അടിച്ചിട്ട്, രണ്ടും ഏകദേശം 2500-3000 രൂപ വിലയുള്ള പോർട്ടബിൾ മെഷീൻസ് ആണ്. ഈ മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇതാ കണ്ടു. ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്തു. അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. മെഷീൻ വർക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു. അവിടെയെങ്കിലും സ്പാർക്കൊന്നുമില്ല, അത് മോട്ടറാണ്. ഇനി ബ്ലോവർ, അതും ഇതുപോലെ തന്നെ, കുറച്ചുകൂടി ശബ്ദം കൂടുതലാണ്. അവിടെയും സേഫ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതേ മെഷീൻ കൊണ്ട് തന്നെ മറ്റൊരു പരീക്ഷണം നടത്താം. ഇത് നോക്കിയോളൂ. ഞാനിപ്പോൾ ഒരു ഇരുട്ട് മുറിയിലാണ്. ഈ മുറിയെ വെച്ച് ഈ ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്യുന്നു. ലൈറ്റ് എല്ലാം ഓഫാണ്. ഇപ്പം സ്പാർക്ക് കാണാം അല്ലേ? വളരെ മൈന്യൂട്ടായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ബ്ലോവറിലേക്ക് നോക്കും, ഇവിടെയുണ്ട് സ്പാർക്ക്. അതായത് നമ്മൾ പകൽ വെളിച്ചത്തിൽ ഈ മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ സ്പാർക്ക് വരുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ കാണില്ല, നമ്മുടെ കണ്ണിൽ പെടില്ല. ഇനി ഇത് കണ്ണിൽ പെട്ടാൽ പോലെ ലൈറ്റ് സ്പാർക്ക് അല്ലേ നമ്മൾ ഉപയോഗിക്കും. കാരണം ഇത് എക്സ്പീരിയൻസ് ഉള്ളവർ എന്താ പറയുന്നു, അത് വരും. കാർബൺ ബ്രഷ് പോയതിൻ്റെ, അത് കാർബൺ ബ്രഷ് മാറിക്കഴിയുമ്പോൾ ഇത് മാറിക്കോളും. ഈ കാർബൺ ബ്രഷ് പോയാലും ഇല്ലെങ്കിലും പകുതി തേഞ്ഞാലും ഈ സ്പാർക്ക് എന്ന് പറയുന്നത് കോണ്ടാക്ട് പാർട്ടുകളിൽ നിന്ന് വരുന്നതാണ്. ഇനി വേറൊരു കമ്പാരിസൺ കൂടി നടത്താം. നമ്മുടെയൊക്കെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ, ആ ഗ്യാസ് സ്റ്റൗ കത്തിക്കാനായിട്ട് ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട് അല്ലേ, നമ്മൾ ഗ്യാസ് ലൈറ്റർ എന്ന് പറയും. ഈ ലൈറ്റർ ആ ബർണറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് കിടക്കുന്നൊന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ബർണറിന് അവിടെ നിന്ന് ഗ്യാസ് വരുന്നു, അത് കത്തും. എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അത് കത്തുന്നത്? ആ ഗ്യാസ് ലൈറ്ററിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് പെട്ടെന്ന് ഈ ഗ്യാസിനെ കത്തിക്കുന്നു. അപ്പോൾ അത് ഗ്യാസ് ലൈറ്റർ ആയിക്കോട്ടെ, അവിടെയും സ്പാർക്ക്. ഡ്രില്ലിംഗ് മെഷീനകത്ത് സ്പാർക്ക് നിങ്ങളിപ്പോൾ കണ്ടു, ബ്ലോവറിനകത്ത് സ്പാർക്ക് കണ്ടു, AC-ക്കകത്ത് മോട്ടറുണ്ട്. അപ്പം അവിടെ ഇതുപോലുള്ള സ്പാർക്ക് ഉണ്ടായിക്കോടുന്നില്ലല്ലോ. ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാകും. ആ സ്പാർക്ക് ഒരു പക്ഷേ ഒരു ആക്സിഡന്റിന് കാരണമാകും. എങ്ങനെയൊക്കെ? ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ AC-യുടെ ഗ്യാസ് ലീക്ക് ആവുന്നു. ആ ലീക്ക് ആവുന്ന ഗ്യാസ് തുടർച്ചയായിട്ട് ഈ സ്പാർക്കുള്ള ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയ ഫ്ലെയിം, തീ ഉണ്ടാവുന്നു. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ തീ കൂടുതലാവുന്നു, ബോഡി കത്താൻ തുടങ്ങും. ഇനി ലീക്ക് ഇല്ലെന്ന് വെച്ചു, ലീക്ക് ഇല്ലെങ്കിൽ ഈ സ്പാർക്ക് ഇങ്ങനെ കൂടുതൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും, ചിലപ്പോൾ കുറേ ദിവസങ്ങളോളം ഇങ്ങനെ സ്പാർക്ക് വന്നിട്ടായിരിക്കും, ആ ഭാഗം ചൂടാവും. അതിനെ പ്ലാസ്റ്റിക്കിനെ ചൂടാക്കും. ഇപ്പോൾ ഒരു 5, 6, 7 മണിക്കൂറൊക്കെ ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ മോട്ടർ തന്നെ ചൂടാവും. ചൂടായി കഴിയുമ്പോൾ ഒരു പക്ഷേ അത് ഈ പ്ലാസ്റ്റിക്കിനെ ചൂടാക്കി ഉരുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്യാസ് ലീക്ക് ആയാലും ഇല്ലെങ്കിലും AC മെഷീൻ കത്താനുള്ള സാധ്യതയുണ്ട്. വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ AC മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പഠിക്കണം. AC മെഷീൻ മാത്രമല്ല കേട്ടോ, അത് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇലക്ട്രിക് തേപ്പ് പെട്ടി, അയൺ ആവട്ടെ, അല്ലെങ്കിൽ മിക്സി, മൈക്രോവേവ്, എന്ത് ഹോം അപ്ലയൻസ് ആണെങ്കിലും ശരി, ഈ മെഷീനെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളും ആ മെഷീനെ കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കും. ഞാനിപ്പോൾ എല്ലാ മെഷീനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല, AC-യെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ AC വാങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും AC കൺസൾട്ടന്റിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കൺസൾട്ടന്റ്, എന്നെപ്പോലെ ഒരു കൺസൾട്ടന്റിന്റെ ഉപദേശം, അഡ്വൈസ് സ്വീകരിച്ചിട്ടുണ്ടോ? AC-ക്ക് എന്തോന്ന് കൺസൾട്ടന്റ്? AC മേടിക്കുന്ന നേരെ കടയിൽ പോയി മേടിച്ചാൽ പോരെ. ഇതിനെല്ലാത്തിനും കൺസൾട്ടന്റിനെ വല്ല കാണാൻ നടക്കുന്ന കാര്യം വല്ലതാണ്? അല്ല, അതിന് അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല കൺസൾട്ടന്റിനെ കണ്ടിട്ട് മേടിക്കാവുള്ളത്. ഞാൻ ഇതൊന്നും പറയുന്നില്ല, ഇതൊന്നുമല്ലേ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആരാണ് ഈ AC മെഷീനാണ് മേടിക്കേണ്ടതെന്നുള്ള ഉപദേശം തന്നത് ആരാണ്? നിങ്ങൾ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, കാരിയർ, ഡൈക്കിൻ ഇങ്ങനെയുള്ള ബ്രാൻഡ് മേടിക്കണമെന്നോ, അല്ലെ 1.5 ടൺ 2 ടൺ AC മേടിക്കണം, ഈ മുറിയിൽ ഇന്ന ഭാഗത്ത് ഈ മെഷീൻ വെക്കണം, ഇങ്ങനെ ആരെങ്കിലും അഡ്വൈസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? നിങ്ങൾ 1-2 കടയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ആ കോട്ടും ടൈയും കൊണ്ട് നിൽക്കുന്ന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ ആണെന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ വ്യക്തിയാണ് നിങ്ങൾക്ക് AC-യെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ? ആ വ്യക്തി ഒരു
ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് എഞ്ചിനീയർ ആണെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആയേക്കാം, ആകാതിരിക്കാം. ആ വ്യക്തി എന്താണ് കൂടുതൽ സംസാരിച്ചത്? നിങ്ങളുടെ മുറിയുടെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു. 10 അടി ബൈ 12 അടി അല്ലെ 10 അടി ബൈ 15 അടി ഇങ്ങനെയൊക്കെ നിങ്ങൾ സൈസ് പറയുന്നു. എന്തിനാണ്? ബെഡ്റൂമിലോട്ടാണോ ഓഫീസിലോട്ടാണോ എന്നതിൽ ചോദിക്കുന്നു. നിങ്ങൾ അതിലേക്ക് ഉത്തരം പറയുന്നു. അതിൽ പറയുന്നു 1.5 ടെന്റ് AC അല്ലെ 2 ടെന്റ് AC എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുന്നു. പിന്നെ അവരെ ഒരു പക്ഷേ 3 സ്റ്റാർ 5 സ്റ്റാർ എന്നുള്ള പവർ സേവിങ്ങിനെ കുറിച്ചും കുറിച്ച് സംസാരിക്കും. ഇതിനപ്പുറത്തോട്ട് അവരെന്തെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല. പിന്നെ എന്താണ് വില? നിങ്ങൾക്ക് ഏത് വില, ഗ്യാരണ്ടി എത്രയാ, വാറണ്ടി എത്രയാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ AC പേയ്മെന്റും കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം അല്ലെ അതിൻ്റെ അടുത്ത ദിവസം 2 പേര് വരുന്നു. ചിലപ്പോൾ അവർ തന്നെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ വേറെ 2 പേര് അടുത്ത ദിവസം വരുന്നു. അവർ വന്നിട്ട് ഇച്ചിരി ജാടയൊക്കെ കാണിച്ച് ഏത് മുറിയിലാണോ AC വെക്കേണ്ടത് അവിടെ പോകുന്നു. എല്ലാം ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കും. ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ അയാൾ പറയുകയാണ് ഇവിടെയുള്ള ഗ്യാപ്പുകളൊക്കെ അടയ്ക്കണം, മുറി എപ്പോഴും അടച്ചിടണം, ഭിത്തിയുടെ മുകളിലുള്ള ആ വെന്റിലേറ്റർ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അടയ്ക്കണം, ജനലൊക്കെ എപ്പോഴും അടച്ചിട്ടേക്കണം, ഇല്ലെങ്കിൽ കറണ്ട് ചാർജ് കൂടുതലാവും. അത് ശരിയാ, കറണ്ട് ചാർജ് കൂടുതലാവും. അപ്പോൾ അതെല്ലാം അടച്ചേക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി എക്സ്ട്രാ പേയ്മെന്റ് ആണ്, ഞങ്ങൾ തന്നെ അതെല്ലാം അടച്ചുതരാമെന്ന് പറയുന്നവരും ഉണ്ട്. ഇനി അഥവാ അവരടച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഉപദേശപ്രകാരം നിങ്ങളുടെ കാർപ്പൻറ്ററെയോ അലുമിനിയം പണിക്കാരനെയോ അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഇലക്ട്രീഷ്യനെയോ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ഹോൾസ്, ഈ ദ്വാരങ്ങൾ, ഈ ലീക്ക് ആകാനുള്ള സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ അങ്ങ് അടയ്ക്കുന്നു. ഇതല്ലേ എല്ലാ വീട്ടിലും സംഭവിക്കുന്നത്. AC വാങ്ങിക്കാൻ പോയ കടയിലെ ആ ടൈ കെട്ടിയ എഞ്ചിനീയറോ അല്ലെങ്കിൽ ടൈ കെട്ടാത്ത എഞ്ചിനീയറോ ആരെങ്കിലും ആട്ടെ, അയാളോ അല്ലെങ്കിൽ AC ഫിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരോ ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന്, ഇതൊരു തണുപ്പിക്കുന്ന മെഷീനാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ തരില്ല എന്നേതെങ്കിലും മെക്കാനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അവർ ഓക്സിജനെ കുറിച്ച് സംസാരിക്കത്തില്ല, പിന്നെയല്ലേ ഓക്സിജൻ തരുന്നുണ്ടോ ഇല്ലെന്ന് പറയുന്നത്. ഇത് നിങ്ങളെ ക്ഷീണിതനാക്കും. കുറെ സമയം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ മുറി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കും, നിങ്ങളുടെ ശരീരത്ത് ജലാംശം നഷ്ടപ്പെടുത്തും. ഏതെങ്കിലും എഞ്ചിനീയറോ അല്ലെങ്കിൽ ടെക്നീഷ്യനോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓക്സിജൻ കുറവാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ഷീണത്തെ ഉണ്ടാകും, നിങ്ങളുടെ മുറിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതൊന്നും AC വിൽക്കുന്നവന് ബാധകമായിട്ടുള്ള കാര്യമല്ല. അയാളുടെ AC വിറ്റു, അവിടെ തീർന്ന അവരുടെ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്കൊന്ന് സയന്റിഫിക് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെല്ലാവരും തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയവരാണ്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രൈമറി സ്കൂളുകളിലും ഹൈസ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്സിജൻ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. എയറിലുള്ള ഓക്സിജനെ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നു. നമ്മൾ ആ എയർ പുറത്തേക്ക് വിടുമ്പോൾ ഓക്സിജൻ അതിൽ വളരെ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ കൂടുതലുമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള വിസർജ്യമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ എക്സൈൽ ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന ആ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നില്ലേ? നമ്മൾ ഒരു മുറിക്കകത്തിരുന്നാലും ഒരു കാറിനകത്തിരുന്നാലും ഈ പ്രവൃത്തി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. എന്ത്? നമ്മൾ ശ്വസിക്കും, നമ്മൾ വായുവിനെ അകത്തേക്ക് എടുക്കും, അത് പുറത്തേക്ക് പോകും. ഇത് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു എക്സാമ്പിളിലേക്ക് വരാം. നിങ്ങളൊരു കാറിനകത്ത് ഗ്ലാസ്സുകളെല്ലാം ഉയർത്തിയിട്ട് ഒറ്റയ്ക്ക് കുറച്ച് സമയം ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ചൂട്, സഫോക്കേഷൻ ഒക്കെ വരും. ചൂട് വന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അത് പുറത്തെ ചൂടുണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യും, രാത്രിയിൽ ഒരു 9 മണി 10 മണി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാർ ഷെഡിലിട്ടിരിക്കുന്ന ആ വണ്ടിക്കകത്ത് പോയിട്ട് ഇരുന്ന് നോക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങും. ഇതിന്റെ കാരണം ഈ കാർ എന്ന് പറയുന്ന ആ ഒരു ചേംബർ, അതിന്റെ ഗ്ലാസ് എല്ലാം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, ഡോറും അടച്ചിരിക്കുകയാണ്. നിങ്ങൾ 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു പക്ഷേ 10 മിനിറ്റ് വരെയൊക്കെയോ ശ്വസിച്ച് കഴിയുമ്പോൾ ഇതിലെ ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നു. കുറെ കഴിയുമ്പോൾ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഒരുപോലെ ആവുന്നു. പിന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഓക്സിജനെക്കാട്ടിലും കൂടുതലാവുന്നു. നിങ്ങൾ ഇതാണ് അകത്തേക്ക് വലിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് അത് പോരാ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്, ശ്വാസത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സഫോക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആരും പറയാതെ തന്നെ നിങ്ങൾ ആ കാറിന്റെ ഡോറ് പുറത്ത് ചാടും. എന്തുകൊണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ആ കാര്യം ഓർത്തില്ല? അല്ലെങ്കിൽ ഇത് വന്നപ്പോൾ ഓർത്ത് കാണുമായിരിക്കും അല്ലേ? ഓക്സിജൻ എനിക്ക് ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റും. അപ്പൊ കാർ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു ചേംബർ ഒന്നും അല്ല. അതിനകത്ത് 4-5 പേർക്ക് ഇരിക്കാൻ സ്ഥലമുള്ള ഒരു ചേംബറാണിത്. ഈ കാറിനെക്കാട്ടിലും 10-15 ഇരട്ടി വലിപ്പമുള്ള ഒരു മുറിയിലാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഈ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു, ജനലുകളെല്ലാം അടച്ചു, പറ്റുമെങ്കിൽ സീൽ ചെയ്തു. കെട്ടിടം ഉണ്ടാക്കിയ ആൾ ചെയ്തിട്ട് വെന്റിലേറ്റർ എല്ലാം അടച്ചു, ജനലും എല്ലാം അടച്ചു, കതകും അടച്ചു. രാത്രിയല്ലേ, ഇനി അതിനകത്തിട്ട് എവിടുന്ന് എയർ കയറുക? അപ്പോഴാണ് നമ്മളെ രക്ഷിക്കാനായിട്ടുള്ള സാധനം എന്താണ്? AC ഉണ്ടല്ലോ, പിന്നെ ചൂടാവത്തില്ല. ഇപ്പൊ AC എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തണുപ്പ് മാത്രമേ തരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല മെഷീൻ. കാറിനകത്ത് 10 മിനിറ്റ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് സഫോക്കേഷൻ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഈ മുറിക്കകത്ത് നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയാണ്. ആ സമയത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉണർന്നിരിക്കുന്ന അത്രയും ഓക്സിജന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ അത് അറിയുന്നില്ല. എന്നാലും ഈ അടച്ചിട്ട മുറിയിൽ 6, 7, 8 മണിക്കൂർ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. ഒരാൾക്ക് പകരം 2 പേരായാലോ എല്ലാവരും ഈ ഓക്സിജൻ ഷെയർ ചെയ്തെടുക്കുമല്ലേ?
അല്ല അച്ഛൻ കൂടുതൽ ഓക്സിജൻ എടുക്കുന്നു, അമ്മ കുറച്ചുകൂടെ കുറച്ചെടുക്കുന്നു, മക്കൾ അതിലും കുറച്ചെടുക്കുന്നു, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഉറക്കത്തില്ല, നമുക്ക് ആവശ്യമുള്ള ഓക്സിജനെ വലിച്ചെടുത്തു, നമുക്ക് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടു. വേനൽക്കാലത്ത് എല്ലാവരും കൂടെ ഒരു മുറി കിടന്നാൽ പവർ സേവിങ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയും മക്കളോട് ഒന്നിച്ച് കിടക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ വെന്റിലേറ്ററുകൾ, ഈ പറഞ്ഞ ജനലുകൾ ഇതെല്ലാം അടച്ച് നിങ്ങളതിനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു തുള്ളി ഓക്സിജനെ അകത്തോട്ട് കയറ്റി വിടും, ഒരു തുള്ളി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്കും വിടില്ല. ഈ ആക്സിഡന്റ് ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ AC മുറിയിൽ നിങ്ങളെ തന്നെ കൊല്ലുകയാണ്. ആദ്യത്തെ 2 മണിക്കൂർ നേരത്തേക്കോ 3 മണിക്കൂർ നേരത്തേക്കോ ഓക്സിജനെ മുറിക്കാത്തുള്ളൂ. ഈ AC മെഷീൻ അവിടെ തണുപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു മുറി വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. കുറച്ചുകൂടെ കഴിയുമ്പോഴും ആ ഓക്സിജൻ അങ്ങ് തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ രാവിലെ 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഉണർന്ന് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ്, ഒരു ഊർജ്ജം, ഒരു എനർജി ഇത് കാണില്ല. കുറച്ച് ഒന്നുകൂടെ കിടന്നേക്കാവുന്ന ഒരു ഫീലിംഗിലായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ്. ഇല്ലെങ്കിൽ നാളെ തൊട്ട് ശ്രദ്ധിച്ചോളൂ. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ക്ഷീണിച്ച് കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് AC ഓഫ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുന്നു, ടോയ്ലറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വരാന്തയിൽ പോകുന്നു, ജനലൊക്കെ തുറന്ന് കാറ്റൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് വരും. ഇത് എവിടുന്ന് അവരെന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ ഉള്ള എയർ, വായു നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഫ്രഷ് എനർജി വരുന്നത്. അതുകൊണ്ട് ആദ്യം സ്കൂളിൽ പഠിച്ച കാര്യം ഒന്ന് ഓർക്കുക എല്ലാവരും. AC മുറിക്കകത്ത് കറണ്ട് ബില്ല് കുറയ്ക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനലും കതകും വെന്റിലേറ്ററും എല്ലാം അടച്ചിട്ട് ഇരിക്കരുത്. അത് ശരിയല്ല. അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും, നിങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കും, നിങ്ങളുടെ ലൈഫിനെ അത് കുറയ്ക്കും. നിങ്ങൾ നേരത്തെ മരിച്ചു പോകും. നമ്മളിത് തുടങ്ങിയത് ഒരു ആക്സിഡന്റ് കാര്യം പറഞ്ഞാൽ. അപ്പൊ ആ മുറിയിലും ഇവരൊരു അബോധാവസ്ഥയിലാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നത്. ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. ഒരു 12 മണി കഴിഞ്ഞാൽ, 1 മണി കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങുന്നുള്ളൂ. പിന്നെ ശരീരത്തിന് ആരോഗ്യം ഉള്ളതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ വരെ ചാകാതെ അവിടെ കിടക്കും. രാവിലെ എഴുന്നേറ്റ് അപ്പുറത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എനർജി കിട്ടും, നമുക്ക് വീണ്ടും ഓക്സിജൻ കിട്ടും. അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. ഇത് ശരിയല്ലത്. അങ്ങനെ അടച്ചു പൂട്ടിയിട്ട് ഒരു മുറി കിടന്നുറങ്ങാൻ പാടില്ല. ഒരു ജനലെങ്കിലും തുറന്നിടുക. കൊതുക് കയറുന്നാണെങ്കിൽ അവിടെ കൊതുക് കയറാതിരിക്കാനുള്ള ആ നെറ്റ്, വല വെക്കുക. അങ്ങനെയുള്ളപ്പോൾ പുറത്ത് ചെറിയ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ ജനൽ വഴി മുറിക്കകത്തേക്ക് കുറച്ച് എയറൊക്കെ കയറി വരും. ശരിക്കും ഈ വെന്റിലേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം, അതായത് ഞങ്ങളുടെ ഈ എയർ കണ്ടീഷനിങ്ങിനകത്ത് AC എന്ന് മാത്രമല്ല പറയുന്നത്, HVAC എന്നാണ് പറയുന്നത്, ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അല്ലെ ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്. നമ്മൾ ഈ മേടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ഈ സ്പ്ലിറ്റ് AC, കാസറ്റ് AC എന്നൊക്കെ പ്രധാനം, ഇതെല്ലാം വെറും AC മാത്രമാണ്. എയർ കണ്ടീഷനിങ് ഇല്ല അവിടെ നടക്കുന്നത്. അവരുടെ ഒരു എയർ കൂളിംഗ് മാത്രമേ നടക്കുന്നു. ഈ എയർ പുറത്തുനിന്ന് നമുക്ക് ഓക്സിജൻ തരാനുള്ള ആ വായു നമ്മുടെ എയറിനകത്ത് മിക്സ് ചെയ്യാനുള്ള സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കണം. ജനൽ തുറന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം. അല്ലെങ്കിൽ ആ മോളിൽ മേസിന് നേരത്തെ ചെയ്തിട്ട് പോയ ആ വെന്റിലേറ്ററുകളുണ്ടല്ലോ, ഒരു 4 ഇഞ്ച് ഹൈറ്റും ഒരു 2 അടി വീതിയൊക്കെയുള്ള ആ വെന്റിലേറ്ററുകൾ അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് അടയ്ക്കരുത്. അവിടെയും വെച്ചോളൂ ഒരു നെറ്റ്. ഇനി നിങ്ങൾക്ക് പ്രൈവസി ആവശ്യമുണ്ട്, ജനൽ തുറന്നിടാൻ പറ്റില്ല, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുവാണെങ്കിൽ ഒരു ചെറിയ ഫാൻ 350-400, സംടൈംസ് 1000 രൂപ ആവശ്യമില്ല, സൈലന്റ് ആയിട്ടുള്ള ഫാൻ, അങ്ങനെ ഒരു ഫാൻ വാങ്ങിച്ചിട്ട് ഈ മുറിയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് എയർ സപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആ ഫാൻ വാങ്ങിച്ചു വെക്കണം. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ ഈ AC എന്ന് പറയുന്ന ഈ മെഷീൻ ബാധിക്കും. ഇത് പറഞ്ഞു തരാനായിട്ട് ഒരു സെയിൽസ് എഞ്ചിനീയറും വരില്ല. AC ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൺസൾട്ടന്റ് എടുത്ത് പോകാനും പറ്റില്ല. നമുക്ക് ഒന്നുകൂടെ ആക്സിഡന്റ് ഉണ്ടായതിനെ കുറിച്ച് പറയാം. അവിടെ നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? AC ഓൺ അല്ല, അവിടെ തണുപ്പാണ്. ആ തണുപ്പ് സമയത്ത് അവിടെ ഹീറ്റർ ഓണാണ്. പക്ഷേ ഈ AC ഓണല്ലാത്ത ACയിൽ നിന്ന് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഇവർ തണുപ്പാണെന്ന് പറഞ്ഞ് ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് 8 പേര് ഒരു മുറിക്കകത്ത് അവർ കതക് അടച്ചിട്ടിട്ട് സംസാരിച്ച് ഉറക്കം വന്ന് ഇരുന്നുറങ്ങി, കിടന്നുറങ്ങി, അവിടെയൊക്കെ ആയിട്ട് നിലത്തും ബെഡിലും ഒക്കെ ആയിട്ട് കിടന്നങ്ങ് ഉറങ്ങിയത്. അവർ ഈ പറഞ്ഞ ഒരു കാര്യം, സ്കൂളിൽ പഠിച്ച ഒരു കാര്യം അവർ ഓർത്തില്ല. ഞാൻ അതൊക്കെ സ്കൂളിലല്ലേ, ഞങ്ങൾ വലുതായി പോയില്ലേ. ആ ലീക്കായി ACയുടെ ഗ്യാസ് ഇവരെല്ലാം അറിയാതെ തന്നെ ശ്വസിച്ചുകൊണ്ടിരുന്നു. അത് അവരെ ഈ അബോധാവസ്ഥയിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കുന്നവർ കാണുന്നത് എന്താണ്? എല്ലാവരും മരിച്ചു കിടക്കും. കാരണം അത് സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. ഈ AC മെഷീൻ അത് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മെക്കാനിക്കിനെ വിളിച്ച് സർവീസ് ചെയ്യിപ്പിക്കുക. അതിന്റെ ഫിൽറ്ററുകൾ ക്ലീൻ ചെയ്യുക. ഈ സർവീസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതെല്ലാം കൂടെ പറയാൻ പോയി ഇവിടെ സമയം കിട്ടില്ല. അങ്ങനെ സർവീസ് ചെയ്യിപ്പിക്കുക. അപ്പം അവർക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിനകത്തെ പൊടി, അതിനകത്ത് ഓയിൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ മെക്കാനിക്കിന് അറിയാൻ പറ്റും. അവർ പറയും ഇതിനകത്ത് ബുഷ് മാറാറായി, അല്ലെങ്കിൽ ബെയറിംഗ് മാറണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കോമ്പണന്റ് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അതനുസരിച്ച് ആ കോമ്പണന്റുകൾ മാറുക. അല്ല, ഞാനിവിടെ ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ സമ്മറിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, കൂടി വന്നാൽ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ സർവീസ് ചെയ്യാതിരിക്കരുത്. വർഷത്തിലൊരിക്കലെങ്കിലും ഇതിനെ സർവീസ് ചെയ്യണം. 500 രൂപയോ 600 രൂപയൊക്കെ ആവും ഇങ്ങനെ വിളിച്ചൊന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സർവീസിങ് ചെയ്യുന്നതിന്. ഇതാണ് AC-യുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഏക കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് AC മുറി കിടക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു സർവീസിംഗ് ഒക്കെ ചെയ്ത് ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കി ഉപയോഗിച്ചോളൂ. പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള ശബ്ദം അതിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ മെക്കാനിക്കിനെ വിളിച്ച് പറയുക. നിങ്ങൾ AC വാങ്ങിച്ച ആ ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 5-6 മാസമോ 1 വർഷമോ എങ്ങനെയായിരുന്നു ആ സൗണ്ട് തന്നെ നിങ്ങൾ 10 വർഷം കഴിഞ്ഞാലും ആ AC-യിൽ നിന്ന് വരാവുള്ളൂ.